ഹായ് ഫ്രണ്ട്സ്, അടുക്കളപ്രിയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉഴുന്നുവടയാണ് നാം ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നല്ല സോഫ്റ്റായിട്ട്, അതുപോലെ തന്നെ പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഉഴുന്നുവട നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 1 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഉഴുന്ന് ഞാനിപ്പം ഏകദേശം ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഉഴുന്ന് ഇങ്ങനെ എടുത്തു നോക്കിയാൽ നമുക്കിങ്ങനെ പെട്ടെന്ന് ബ്രേക്കായി കിട്ടും. അപ്പം നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഉഴുന്നുവട നല്ല സോഫ്റ്റായിട്ടും വരികയുള്ളൂ. അല്ലെങ്കിൽ ഉഴുന്നുവട നമ്മുടെ ഉഴുന്നുവട കട്ടിയായി പോകും. അപ്പോൾ ഉഴുന്ന് നന്നായിട്ട് തന്നെ കുതിർത്ത് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിനെ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉഴുന്നുവട അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം ചേർക്കാണ്ട് നമ്മൾ കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് വേണം അരച്ചെടുക്കാൻ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഉഴുന്നുവട ഉള്ളിലെല്ലാം ഒട്ടിപ്പിടിച്ചു പോകും. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ചൊന്ന് വെള്ളം അയച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളത് നന്നായിട്ട് കുറച്ച് നേരം വെക്കുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് പുളിച്ച് വന്നു കഴിഞ്ഞാൽ മാവ് നല്ല ടൈറ്റായിട്ട് വരും. അതുമല്ല, നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ലൂസായ മാവ് ഈ അരിപ്പൊടിയൊക്കെ കൂടെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടൈറ്റായിട്ട് തന്നെ കിട്ടും. നിങ്ങൾ കഴിയുന്നതും കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. അപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഓരോ ടേബിൾ സ്പൂൺ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഉപ്പൊന്നും ഇപ്പോഴേ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ഫൈനൽ മിക്സ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഉഴുന്നൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി. അപ്പം ഞാനിത് കുറച്ച് ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണ് കുറച്ചായിട്ടിട്ട് നന്നായിട്ട് ചതക്കിയെടുത്ത് ഇപ്പം നന്നായിട്ട് ചതഞ്ഞ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് നമ്മൾ ഇനി ജസ്റ്റ് മിക്സിയിലിട്ട് ചെറിയ ജാറിലിട്ടിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇത് ഇനി നന്നായിട്ട് തന്നെ അരയാൻ ഇനിയുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷായി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പം ഞാനിവിടെ ഉഴുന്ന് നന്നായിട്ട് തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൈ വെച്ച് തടവി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല ഫൈനായിട്ട് തന്നെ അരച്ച് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ചെറിയ ജാറിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ ക്വാണ്ടിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പിന്നെ ഗ്രൈൻഡറിലൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ ഇത് ആയോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. സാധാ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളിതൊന്ന് ഒരു ചെറിയൊരു പാട്ട് നമ്മളിത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി, നമ്മൾ അരച്ചതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത ഈ ചെറിയൊരു ഉഴുന്നിൻ്റെ കുറച്ച് ഭാഗം അതിങ്ങനെ വെള്ളത്തിൻ്റെ മേളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. നമ്മൾ അരച്ചതായിട്ടില്ല എങ്കിൽ ഇത് ഉഴുന്ന് വെള്ളത്തിൽ മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കുകയില്ല. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ടായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ബൗൾ എടുത്തിട്ടുണ്ട്. ഞാനതിലേക്ക് മാറ്റുകയാണ്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കണം. ഒന്നും തന്നെ ശ്രദ്ധിക്കാനില്ല. നമ്മൾ കുറച്ചിട്ട് അരച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും. ഒറ്റയടിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അരച്ച് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഇത്രയും സ്മൂത്തായിട്ട് അരിഞ്ഞു കിട്ടില്ല. അത് മാത്രമല്ല, വെള്ളവും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ലൂസായി കഴിഞ്ഞാൽ എണ്ണയും കുടിക്കും. അതുപോലെ തന്നെ ഉള്ളിൽ നല്ല ടൈറ്റായിട്ട് വരികയും ചെയ്യും. നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടുകയില്ല. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള ഉഴുന്നും കൂടി ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ഓരോ പ്രാവശ്യം നമ്മൾ അരച്ചെടുത്തതിൽ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ കുറച്ചാക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഞാനിവിടെ ഇങ്ങനെ 250 ml ഒരു കപ്പാണ് ഉഴുന്ന് കുതിർക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും ഉഴുന്ന് കുതിർത്ത് ആട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് നല്ല ഫ്രോത്ത് വരുന്ന മാതിരി, നല്ല പത വരുന്ന മാതിരി വേണം നമ്മളിതിനെ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഒരു 3-4 മണിക്കൂറോളം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നത് നന്നായിരിക്കും. എന്നാൽ നമ്മളെ ഉഴുന്നുവട നല്ലോണം സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ പുറമെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യുന്നത്. ആട്ടിയ പാടന്നെ നമ്മൾ വട ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. നമ്മൾ കുറച്ച് നേരം വെച്ചതിന് ശേഷം മാത്രമേ ഇത് ഉണ്ടാക്കാൻ തുടങ്ങാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ മുൻപായി നമ്മളിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊരു നല്ല പൊന്തി വരുന്ന മാവിൻ്റെ, ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ മാവ്. അങ്ങനത്തെ പരുവത്തിലാക്കി നമ്മളിങ്ങനെ ബീറ്റ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഒരു 4 മണിക്കൂറോളം ചെറുതായിട്ടൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് അത് ആവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ചട്നി ഒന്ന് അരച്ചെടുക്കാം. ഉഴുന്നുവടയ്ക്ക് ചട്നി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഏകദേശം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. ഇതെല്ലാം നമുക്കൊന്ന് മിക്സിയിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 3 പച്ചമുളക് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ എടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ അരച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിവിടെ ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. വല്ലാണ്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാളും ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക കുറച്ചൊരു തരിതരിയായിട്ട് അരയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വറവിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വറവ് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വട ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ അരച്ച് വെച്ചതിനേക്കാളും കുറച്ച് ഫെർമെൻറ്റ് ചെയ്ത് വന്നതായിട്ട് നമുക്കിത് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പത്തിരിക്കൊക്കെ നമ്മൾ വാങ്ങുന്ന സാധാ വറുത്ത പൊടി തന്നെയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വടയിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 കഷ്ണം വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. വളരെ കുറച്ച് മതി. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ വടയിൽ അവിടെ ഇവിടെയൊക്കെ കരിഞ്ഞു പിടിച്ച മാതിരി നമുക്ക് തോന്നും. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, ഒരു 2-3 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ ഇഞ്ചി വളരെ ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 5-10 ഇതള് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം ഞാനിതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ വട വറക്കാനുള്ള എണ്ണ ഒരു ചീനച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ ചീനച്ചട്ടിയിലാണ് എണ്ണ വെച്ചിട്ടുള്ളത്. എണ്ണ ചൂടാവുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മളെ കൈ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞതിന് ശേഷം ബാറ്റർ എടുത്താൽ മതി. അപ്പോൾ നമ്മളെ കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. അപ്പം ഞാനിതാ ഇവിടെ നമ്മളെ കയ്യിൽ കുറച്ചൊന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുത്ത് ജസ്റ്റ് ഒരു പ്രസ് നടുക്ക് കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് ഓരോ ഉഴുന്നുവടയും ഓരോന്നായിട്ട് നമുക്കിങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ജസ്റ്റ് തമ്പുകൊണ്ട് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്കിതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കൈ വളരെയധികം ശ്രദ്ധിക്കണം എണ്ണയിലിടുമ്പോൾ. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചട്ടിയിൽ നന്നായിട്ട് എണ്ണ വേണം. വട മുങ്ങി നിൽക്കാനായിട്ടുള്ള എണ്ണ വേണം. ചട്ടിയുടെ അടിയിൽ തട്ടിപ്പോയാൽ പിന്നെ നമ്മുടെ വട നന്നായിട്ട് പൊന്തി കിട്ടുകയില്ല. അപ്പോൾ നമ്മളെ ഈ വടയും ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് കുക്കായിട്ട് തന്നെ നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് പൊന്തി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വടയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കുഞ്ഞു വടയും തയ്യാറായി കഴിഞ്ഞു. അവസാനത്തെ കുറച്ച് മാവിൽ ചെറിയൊരു വടയും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ചട്ടി അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. പുറമെ നല്ല ക്രിസ്പി, അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഉഴുന്നുവട നമുക്കിവിടെ തയ്യാറായി കഴിഞ്ഞു. പിന്നെ ഇവിടെ പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. അതിന് കൂടെ ചട്നിയും കൂടി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.